ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇരു രാജ്യങ്ങളിലും വലിയ നാശങ്ങൾ വിതച്ച് 8 ദിവസം പിന്നിടുകയാണ്. ആയുധ മികവ്, ഒപ്പം മൊസാദിന്റെ പ്രാവീണ്യം, ഇതെല്ലാം കാരണം ഇറാന് മേൽ കൂടുതൽ നാശങ്ങൾ വിതയ്ക്കാൻ ഇസ്രയേലിന് സാധിച്ചു എന്നത് വസ്തുതയാണ്. ഇറാനെതിരെ അമേരിക്ക സൈനിക നടപടി സ്വീകരിക്കുമോ എന്നതിൽ രണ്ടാഴ്ചക്കകം തീരുമാനം കൈക്കൊള്ളുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിന് പിന്നാലെ സമാധാന ശ്രമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ യുദ്ധമുഖത്ത് യാതൊരു തരത്തിലുള്ള വെടിനിർത്തലിന്റെ ലക്ഷണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ പോകുന്നത്: 1. ഇറാൻ വജ്രായുധം പുറത്തെടുത്ത സംഭവം. 2. യുഎസുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന ഇറാൻ നിലപാട്. 3. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നത്. 4. ഇറാനിലെ അരാക് റിയാക്ടറിന് തകരാറ് സംഭവിച്ചത്. 5. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കുമേലുള്ള ആക്രമണം ലോകത്തെ എങ്ങനെ ബാധിക്കും എന്നീ വിഷയങ്ങളാണ്. ആദ്യം, ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല എന്നാണ് ഇറാൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരായ ഇസ്രായേലിന്റെ പാർട്ട്ണർ ഇൻ ക്രൈം ആണ് അമേരിക്ക എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക നടപടികളെ കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷ അമേരിക്ക ഇതിനകം തന്നെ യുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഇനി തെളിവിന്റെ ആവശ്യമില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എന്നും അത് വളർന്നുകൊണ്ടേയിരിക്കുമെന്നുമാണ് അരാക്ചി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നിയമാനുസൃതമായ സ്വയം പ്രതിരോധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിരോധം അവസാനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ ആണവ നിലയമായ അരാക്കിലെ ഗൂന്താബ് ഹെവി വാട്ടർ റിസർച്ച് റിയാക്ടറിന് തകരാറ് സംഭവിച്ചതായാണ് വിലയിരുത്തലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA അറിയിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം 280 കിലോമീറ്റർ അകലെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരാക്ക് ന്യൂക്ലിയർ കോംപ്ലക്സിലാണ് ഘനജല റിയാക്ടർ പ്രവർത്തിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഘനജല ഉൽപാദന പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്ലാന്റിൽ നിന്നുള്ള ഘനജലം ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഈ റിയാക്ടറിൽ ഉപോൽപ്പന്നമായി ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ആണവായുധങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അരാക്ക് ഘനജല റിയാക്ടറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ നിലയത്തിന് തകരാറ് സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷത്തിൽ മനസ്സിലായിരുന്നില്ല. പിന്നീട് ഏജൻസി നടത്തിയ വിശദമായ വിശകലനത്തിലാണ് സുപ്രധാന കെട്ടിടത്തിൽ ഉൾപ്പെടെ തകരാർ സംഭവിച്ചതായി കണ്ടെത്തിയത് എന്ന് IAEA പറയുന്നു. ഈ ആണവ നിലയം പ്രവർത്തിക്കാത്തതിനാലും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലായതിനാലും ആണവ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല എന്നും അതിനാൽ വികിരണ ഭീഷണിയില്ല എന്നും IAEA മേധാവി റഫേൽ ഗ്രോസി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രത്യാക്രമണത്തിന് ഉപയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതാദ്യമായാണ് ഇറാൻ അവരുടെ വജ്രായുധമായ ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുന്നത്. മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഉം 100ഉം ബോംബുകളായി പതിക്കുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ. ഒറ്റ സ്ഫോടനം കൊണ്ട് അവസാനിക്കാതെ ഒരു പ്രദേശമാകെ അലക്ഷ്യമായി പൊട്ടിത്തെറിക്കുന്നു എന്നത് അത്യാഹിതം പ്രവചനാതീതമാക്കുന്നു. ഒരു വിശാലമായ പ്രദേശം മുഴുവൻ നാശം വിതയ്ക്കാൻ പോകുന്ന ആയുധമാണ് ഇത്. ചിതറിത്തെറിച്ചവ വീണയുടൻ പൊട്ടിത്തെറിക്കാത്തതിനാൽ അപ്രതീക്ഷിതമായ പൊട്ടിത്തെറികളാണ് ഉണ്ടാകുക. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണ് ഇത്. ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇതിൽ ഇറാനും ഇസ്രായേലും പങ്കുചേർന്നില്ല. മധ്യ ഇസ്രായേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകടങ്ങളെക്കുറിച്ചുള്ള പൊതുജന മുന്നറിയിപ്പായി ഇസ്രായേൽ സൈന്യം ഒരു ഗ്രാഫിക്സും പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി ഇറാൻ വീണ്ടും നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗശൂന്യമെന്നും തങ്ങളുടെ മിസൈൽ ആക്രമണത്തിന്റെയും ഇന്റലിജൻസിന്റെയും കൃത്യത ലോകത്തിന് ബോധ്യപ്പെട്ടുവെന്നുമാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ വെള്ളിയാഴ്ച സായുധ സംഘർഷം ഉടലെടുത്ത ശേഷം 500-ലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത്.
അതിൽ ഭൂരിഭാഗവും വെടിവെച്ചിട്ടുവെന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇസ്രയേലിന്റെ കീർത്തികേട്ട വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് ചില ദീർഘദൂര മിസൈലുകളെ തടയാനാകാത്തത് ഇസ്രയേലിന് വലിയ നാശവും വരുത്തിയിട്ടുണ്ട്. ഇസ്രയേലിൽ ഇന്നലെ 10 മിസൈലുകൾ പതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് അയൺ ഡോമിനെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ഇതിനു പുറമെ ആരോ 2, ആരോ 3, ഡേവിസ് സ്ലിംഗ്, US ഇസ്രയേലിന് നൽകിയ താഡ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിനുണ്ട്. അതേസമയം ഇറാന്റെ സാമ്പത്തിക ശേഷി ദുർബലപ്പെടുത്തുക എന്ന വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ ശുദ്ധീകരണശാലകളെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേൽ തീവ്രമാക്കിയേക്കാം എന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് മേലുള്ള ആക്രമണം ലോകത്തെ ബാധിക്കും. കാരണം ലോകത്തെ കണ്ടെത്തപ്പെട്ട എണ്ണ ശേഖരത്തിന്റെ ഏകദേശം 9% കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ സ്ഥിരതയ്ക്ക് പുതിയ ഭീഷണി ഉയർത്തും. ഇസ്രയേലിന്റെ നടപടികൾ ആഗോള എണ്ണവിലയെ ഇതിനകം തന്നെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണം തുടരുന്ന പക്ഷം ആഘാതം കൂടുതൽ കടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ ഹ്രസ്വകാലത്തേക്കെങ്കിലും ഇതിന്റെ ആഘാതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിധേയമാകും. ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് എന്നിവ പശ്ചിമേഷ്യൻ എണ്ണയെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ്. ഇറാൻ തങ്ങളുടെ പ്രോക്സികൾ വഴി ചെങ്കടൽ, അറേബ്യൻ കടൽ, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലെ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യാക്രമണം കടുപ്പിച്ചാൽ സംഘർഷം ആഗോള ഷിപ്പിംഗ് റൂട്ടുകളെയും തടസ്സപ്പെടുത്തിയേക്കാം. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്ന പക്ഷം ആഗോള എണ്ണവിലയിൽ കൂടുതൽ സമ്മർദ്ദമേറും. കാരണം പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുറന്ന സമുദ്രത്തിലേക്കുള്ള ഏക പ്രവേശന മാർഗമാണ്. അത്തരം ഏതൊരു തടസ്സവും ഷിപ്പിംഗ് ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുന്നതിനും ഡെലിവറി സമയം വൈകിപ്പിക്കുന്നതിനും നിലവിലുള്ള ആഗോള വിതരണ ശൃംഖലയിലെ അപകട സാധ്യതകൾ ഏറ്റുന്നതിനും കാരണമാകും. ഈ വിതരണ ആഘാതം പല രാജ്യങ്ങളിലും പണപ്പെരുപ്പ സമ്മർദ്ദത്തെ വീണ്ടും ജ്വലിപ്പിക്കും. എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധഭീതി ഒഴിഞ്ഞില്ലെങ്കിൽ അത് ലോകക്രമത്തെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പ്.